ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കുകളിലെ അവ്യക്തത നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ നിർണായക യോഗം നടക്കുകയാണ്. കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരെയും ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയ ബില്ല് ദേവസ്വം ബോർഡ് അംഗീകരിക്കില്ല. കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. പൊരുത്തക്കേടുകളുണ്ടല്ലോ സുഹൃത്തെ, പൊരുത്തക്കേടുകൾ തീർത്ത് നിങ്ങളെ 11 മണിക്ക് ഞാൻ എല്ലാം അറിയിക്കാം. മനുഷ്യന് പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നല്ലോ, 11 മണിയാകുമ്പോൾ എല്ലാവരെയും വിളിക്കാം. ഇവിടെ നിൽക്കണം, നമുക്ക് അകത്ത് വിളിച്ച് നിങ്ങളെ കാണാം. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ ചർച്ചയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി. തിരുവനന്തപുരത്താണ് തിരുവിതാംകൂർ ആസ്ഥാനത്ത് യോഗം നടക്കുക. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ എന്തായാലും കെ ജയകുമാർ പറഞ്ഞതുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കാര്യമുണ്ടോ? ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഒതുക്കേണ്ടത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു 2 യോഗം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് യോഗമുണ്ട്. അത് കൂടാതെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ഏൽപ്പിച്ച ഏജൻസിയുമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കമുള്ള ആളുകൾ ഇവരോട് സംസാരിക്കുകയാണ്. ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസുമായിട്ടാണ് ചർച്ച നടക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് 6.55 കോടി രൂപയുടെ ചെലവുണ്ടായെന്നാണ് IIC ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. അത് അംഗീകരിച്ച് പണം അനുവദിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ 4.99 കോടി രൂപ മാത്രമേ ചെലവായി അംഗീകരിക്കാനാകൂ എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ചയിൽ നടക്കുന്നത് ഒരു വിലപേശൽ തന്നെയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വകയിരുപ്പടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നിലവിലിപ്പോൾ സ്പോൺസർഷിപ്പിൽ കിട്ടിയിരിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. ആ 3 കോടി അല്ലാതെ ഇനി കിട്ടാനുള്ളത് അദാനി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന 1 കോടി രൂപ, അങ്ങനെ 4 കോടി രൂപയാണ്. ഇപ്പോൾ ചെലവ് പറയുന്നത് 4.99 കോടി രൂപ ദേവസ്വം ബോർഡ് പറയുന്ന ചെലവിലേക്ക് ഈ ഏജൻസി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഏതായാലും ആ ചർച്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. SK ഷെഫീദ്, ഒരു സംശയം. ഊരാളുങ്കൽ എന്തായാലും ഇതിന് ബില്ല് കൊടുത്തിരിക്കുകയാണ് 7 കോടി 11 ലക്ഷത്തിന്. എന്നാൽ 4.5 കോടി അനുവദിക്കുമെന്ന് പറഞ്ഞാൽ ബാക്കി ഊരാളുങ്കൽ നഷ്ടപ്പെടണമെന്നാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്? കാര്യം അവർ കൊടുത്തിരിക്കുന്ന ബില്ലൊക്കെ ഒറിജിനൽ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണത് കുറച്ചെടുക്കുക? ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രധാനമായും നോക്കുന്നത് ഈ ബില്ലുകൾ, അതായത് രജിസ്റ്റേർഡ് ബില്ലുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഈ നന്ദഗോവിന്ദം ഭജൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും ചില ക്രമക്കേടുകൾ ഉണ്ടായതും അത് ദേവസ്വം ബോർഡ് തന്നെ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിലവിലിപ്പോൾ ഈ ക്ലാഷ് ഉണ്ടായിരിക്കുന്നത് 6.55 കോടി രൂപ IIC എന്ന് പറയപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പറയുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും 4.99 കോടി രൂപ മാത്രമാണ് ചെലവായി അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളത് ദേവസ്വം ബോർഡ് നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ബില്ലുകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് ദേവസ്വം ബോർഡ് വിശദമായി പരിശോധിക്കും. ഓഡിറ്റർ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടും. അതിനനുസരിച്ച് ബാക്കി ചർച്ചയിൽ തീരുമാനിക്കും. ഒരു വിലപേശൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല അതിൽ ഏത് തരത്തിലുള്ള സമവായം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. വലിയ പോസിറ്റീവായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട ശേഷം ഈ ചർച്ചയ്ക്കായി പോയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ബോർഡ് യോഗത്തിലടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണാം ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.